ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമാണ്. ചില സെന്റൻസുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഐ റീച്ച് ദെയർ ഓൺ ടൈം, അല്ലെ? ചില സെന്റൻസുകളിൽ നമ്മൾ കാണും ഐ റീച്ച് ദെയർ ഇൻ ടൈം. അപ്പൊ എന്താണ് ഈ ഇൻ ടൈം ഓൺ ടൈം എന്നുള്ളത് തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ട്, അല്ലെ? എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പലപ്പോഴും നമ്മളിങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരുന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമുക്ക് ആ ഒരു കാര്യത്തിന്, ആ ഒരു കൺഫ്യൂഷന് ഒരു ആൻസർ കിട്ടും, അതിനൊരു വ്യക്തത നമുക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കി പഠിക്കാം. ഇൻ ടൈം നമ്മൾ സെന്റൻസിൽ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു സമയത്തിനകം, അതായത് പ്രത്യേകമായിട്ടൊരു ടൈം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ സമയത്തിനകം, കൃത്യസമയത്തിനകം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ഇൻ ടൈം എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം ഉപയോഗിക്കാറുള്ളത്. സെന്റൻസുകളിലൂടെ നമുക്ക് കുറച്ചുകൂടി വ്യക്തമാകും. അതുകൊണ്ട് നമുക്ക് സെന്റൻസുകൾ നോക്കാം. ഹി അറൈവ്ഡ് ഇൻ ടൈം ഫോർ ഡിന്നർ. ഹി അറൈവ്ഡ് ഇൻ ടൈം ഫോർ ഡിന്നർ. ഇപ്പൊ ഡിന്നറിന് ഒരു സമയമുണ്ട്, ചിലപ്പോ 7 മണിയായിരിക്കാം. അപ്പൊ ഡിന്നറിന് 7 മണിക്ക് അകത്ത് എത്തി എന്നുള്ള ആ ഒരു രീതിയിലാണ് നമ്മൾ 7 മണിക്ക് മുമ്പേ, കുറച്ച് സമയം മുമ്പേ എത്തി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇൻ ടൈം ഉപയോഗിച്ചിരിക്കുന്നത്. ഹി റീച്ച്ഡ് ഇൻ ടൈം ഫോർ ഡിന്നർ. അപ്പോൾ അവൻ സമയത്തിനുള്ളിൽ തന്നെ എത്തി എന്നാണ് അതിനർത്ഥം. They managed to fix the problem in time. They managed to fix the problem in time. ഒരു പ്രോബ്ലം ഉണ്ടായി, അപ്പൊ ആ പ്രോബ്ലം പരിഹരിക്കുന്നതിനാണ് ഫിക്സ് എന്ന് പറയുന്നത്, കേട്ടോ. അപ്പൊ ആ പ്രോബ്ലം പരിഹരിക്കുന്നതിന് അവർക്ക് സാധിച്ചു, അവർ മാനേജ് ചെയ്തു ആ ഒരു കാര്യത്തെ. അപ്പൊ അത് ഇൻ ടൈം, അത് സമയം കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് തന്നെ, കറക്റ്റ് ടൈമിന് തന്നെ അവരത് കൈകാര്യം ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. They managed to fix the problem in time. She finished the homework in time. She finished the homework in time. അവള് സമയത്തിന് മുമ്പേ തന്നെ ഹോംവർക്ക് ചെയ്തു തീർത്തു. ഹോംവർക്ക് ചെയ്തു തീരുന്ന ഒരു സമയമുണ്ട്, ഒരു പർട്ടിക്കുലർ ടൈം. ആ സമയത്തിന് മുന്നേ തന്നെ, അതിനകത്ത് തന്നെ അവള് ഹോംവർക്ക് ചെയ്തു തീർത്തു എന്നുള്ള ആ ഒരു അർത്ഥമാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. She finished the homework in time. She finished the homework in time. ഇനി കുറെ ഗസ്റ്റുകൾ വന്നിരിക്കുന്നു. അവർക്കുള്ള ഭക്ഷണം സമയത്തിനകം തന്നെ, കൃത്യമായിട്ട് ആ സമയത്തിന്റെ അകത്ത് തന്നെ വിളമ്പി എന്നുള്ള രീതിയിലൊന്ന് പറഞ്ഞ് ഒരു സെന്റൻസ് ഉണ്ടാക്കി നോക്കിയേ. അവര് വിളമ്പി എന്നുള്ള, വിളമ്പുക എന്നുള്ളതിന് സെർവ്ഡ്. They served. എന്ത് സെർവ് ചെയ്തു? They served the food. എപ്പോഴാണ്? സമയത്തിനകം, in time. They served the food in time. ആർക്ക് വേണ്ടി? ഗസ്റ്റുകൾക്ക് വേണ്ടി. They served the food in time for the guests. They served the food in time for the guests. ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി സമയത്തിനുള്ളിൽ തന്നെ, ആ സമയം പാർട്ടിക്ക് മുമ്പേ തന്നെ ഹൗസൊക്കെ അലങ്കരിച്ചു. ഞങ്ങള് പാർട്ടിക്ക് മുമ്പേ തന്നെ വീട് അലങ്കരിച്ചു. ഇത് നമ്മൾ എങ്ങനെ സെന്റൻസിലാക്കി പറയുന്നത്? അപ്പൊ നമ്മൾ ആദ്യം പറയുന്നത് അലങ്കരിച്ചു എന്നുള്ള കാര്യമാണ്. അപ്പൊ അലങ്കരിക്കുക എന്നുള്ള വാക്ക് ഡെക്കറേറ്റ്. ആരാ അലങ്കരിച്ചത്? ഞങ്ങൾ. അപ്പൊ വി ഡെക്കറേറ്റഡ്. വി ഡെക്കറേറ്റഡ്. എന്താണ് അലങ്കരിച്ചത്? വീട്. വി ഡെക്കറേറ്റഡ് ദ ഹൗസ് ഇൻ ടൈം. ഇൻ ടൈം എന്തിനു വേണ്ടിയാണ്? പാർട്ടിക്ക് വേണ്ടി. അപ്പൊ for the party. We decorated the house in time for the party. We decorated the house in time for the party. ഇനി നമുക്ക് on time എന്ന് പറയുന്ന ആ ഒരു എക്സ്പ്രഷൻ നോക്കാം. on time എന്ന് പറഞ്ഞാല്, in time നമ്മൾ കണ്ടു സമയത്തിനകം തന്നെ. on time എന്ന് പറഞ്ഞാൽ ആ കറക്റ്റ് ടൈമില്, പങ്ക്ച്വൽ ആയിട്ട്. ഇപ്പൊ 9 മണി എന്ന് പറഞ്ഞാൽ 9 മണി തന്നെ, അതിന് മുമ്പും ഇല്ല അതിന് ശേഷവും ഇല്ല. ആ രീതിയിലാണ് നമ്മൾ ഓൺ ടൈം ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് സെന്റൻസുകൾ ഒന്ന് നോക്കാം. The bus left on time. The bus left on time. ബസ് പുറപ്പെടേണ്ട സമയം എത്രയാണോ ആ സമയത്ത് തന്നെ ബസ് പുറപ്പെട്ടു. The bus left on time. ഇപ്പൊ വൈകി വരുന്ന ഒരാളോട് നമ്മൾ പറയും, ദയവേത് കറക്റ്റ് സമയത്തിനൊന്ന് വന്നേക്കണം, അല്ലേ? അപ്പൊ അങ്ങനെ ഒരു കാര്യം നമ്മൾ ഒരാളോട് പറയുമ്പോഴേക്കും നമ്മൾ എങ്ങനെ പറയും? പ്ലീസ് ബി ഓൺ ടൈം. പ്ലീസ് ബി ഓൺ ടൈം. കറക്റ്റ് ടൈമിൽ തന്നെ
ഇവിടെ എത്തണം എന്നുള്ള അർത്ഥമാണ്. പ്ലീസ് ബി ഓൺ ടൈം. അവൻ കറക്റ്റ് സമയത്ത്, കൃത്യസമയത്ത് റിപ്പോർട്ട് സമർപ്പിച്ചു. അതെങ്ങനെ നമ്മൾ പറയുന്നത്? അവൻ കൃത്യസമയത്ത് റിപ്പോർട്ട് സമർപ്പിച്ചു. അപ്പൊ അവൻ സമർപ്പിച്ചു എന്നെങ്ങനെ പറയും? സമർപ്പിക്കുക എന്ന് പറയുമ്പോ സബ്മിറ്റ് അല്ലെ? അപ്പൊ അവൻ സമർപ്പിച്ചു. ഹി സബ്മിറ്റഡ്. എന്താണ് സബ്മിറ്റ് ചെയ്തത്? ഹി സബ്മിറ്റഡ് ദ റിപ്പോർട്ട്. എങ്ങനെയാണ്? കറക്റ്റ് ടൈമിൽ. അപ്പൊ ഹി സബ്മിറ്റഡ് ദ റിപ്പോർട്ട് ഓൺ ടൈം. എന്റെ ഒരു പാഴ്സൽ വരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പൊ ആ പാഴ്സൽ കറക്റ്റ് ടൈമിന്, കൃത്യസമയത്ത് ഇവിടെ എത്തിച്ചേർന്നു എന്ന് ഞാൻ എങ്ങനെ പറയും? എന്റെ പാഴ്സൽ, മൈ പാഴ്സൽ. എത്തിച്ചേരുക, അറൈവ്. എത്തിച്ചേർന്നു, അറൈവ്ഡ്. മൈ പാഴ്സൽ അറൈവ്ഡ് ഓൺ ടൈം. മൈ പാഴ്സൽ അറൈവ്ഡ് ഓൺ ടൈം. ഞാൻ അവിടെ കൃത്യസമയത്ത് പോകും. ഞാൻ അവിടെ കൃത്യസമയത്ത് പോകും. ഇതെങ്ങനെ പറയും? I will go there. I will go there on time. I will go there on time. ഇനി ഞാൻ കൃത്യസമയത്ത് ഇവിടെ ഉണ്ടാകും. ഞാൻ കൃത്യസമയത്ത് ഇവിടെ ഉണ്ടാകും. അതെങ്ങനെ പറയും? I will be here on time. I will be here on time. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇൻ ടൈം, ഓൺ ടൈം എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് കൃത്യമായിട്ട് ഇതിനെ ഏത് രീതിയിലൊക്കെ ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കി സെന്റൻസുകളിൽ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ വീണ്ടും അടുത്തൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.